സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് വഴിവെക്കുമെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇപ്പോൾ സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് വഴിവെക്കുമെന്നുള്ളത് ചോദിച്ചാൽ ഇപ്പോൾ വ്യത്യസ്ത ഏജൻസികൾ, സാമ്പത്തിക റേറ്റിംഗ് ഏജൻസികൾ അത് പ്രെഡിക്റ്റ് ചെയ്യുന്നുണ്ട്. ഒരു 60% സാധ്യതയാണ് അവർ പറയുന്നത് ഈ 2025 അവസാനമാകുമ്പോഴത്തേക്കും ലോകം ഒരു സാമ്പത്തിക മാന്ദ്യത്തിലേക്ക്, അമേരിക്ക മാത്രമല്ല ലോകം മൊത്തം ഒരു സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് പോകും. അതിന് അവർ പറയുന്ന കാരണങ്ങളിലൊന്ന് എവിടെയൊക്കെ ഇങ്ങനെ താരിഫ് വാർ ഉണ്ടാകുന്നു, എപ്പോഴൊക്കെ ഉണ്ടായിട്ടുണ്ടോ അപ്പോൾ ഉണ്ടാകുന്നൊരു പ്രശ്നം, ഒന്ന് അത് ഇൻഫ്ലേഷന് കാരണമാകും. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞപ്പോൾ അമേരിക്കക്കാർ ഉപയോഗിക്കുന്ന സാധനങ്ങളുണ്ടല്ലോ, അമേരിക്കക്കാർ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്ത് ഉപയോഗിക്കുന്ന സാധനങ്ങൾ, അമേരിക്കയുടെ ഏറ്റവും വലിയ വാണിജ്യ പങ്കാളി എന്ന് പറയുന്നത്, വ്യാപാര പങ്കാളി എന്ന് പറയുന്നത് കാനഡയും മെക്സിക്കോയാണ്, തൊട്ടടുത്ത് കിടക്കുന്ന 2 രാജ്യങ്ങൾ. അവിടെ നിന്നാണ് പ്രധാനപ്പെട്ട ഉൽപ്പന്നങ്ങൾ, മീൻസ് കാർഷികോൽപ്പന്നങ്ങളാവട്ടെ, ഭക്ഷ്യവസ്തുക്കളാകട്ടെ, മറ്റ് യന്ത്രവസ്തുക്കളാവട്ടെ, ഈ 2 രാജ്യങ്ങളിൽ നിന്നാണ് അവർ ഏറ്റവും കൂടുതൽ ഇറക്കുമതി ചെയ്യുന്നത്. അതിന് സ്വാഭാവികമായും വില കൂടും. മറ്റൊന്ന് ചൈനയാണ് മറ്റൊരു വ്യാപാര പങ്കാളി. കാരണം അമേരിക്കൻ കമ്പനികളുടെ തന്നെ ഒരു പ്രൊഡക്ഷൻ ഹബ്ബായി ചൈന മാറിയിട്ട് വർഷങ്ങളായി. ഇപ്പോൾ ഉദാഹരണത്തിന് ഐഫോൺ ഒരു അമേരിക്കൻ ബ്രാൻഡാണ്. ഇപ്പോൾ നിലവിലെ താരിഫ് മുന്നോട്ട് കൊണ്ടുപോവുകയാണ്, നാളെ മറ്റാണ് അതിൻ്റെ ഡെഡ് ലൈൻ എന്ന് തോന്നുന്നു. ആ താരിഫ് മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ അമേരിക്കക്കാരനായ ഒരാൾ ഐഫോണിൻ്റെ ഏറ്റവും മികച്ചൊരു ഉൽപ്പന്നം, ഐഫോണിൻ്റെ ഏറ്റവും മികച്ച മോഡൽ ഏതാണ്, 1 TB വരുന്ന ഈ 16 Pro Max ഇപ്പോൾ ലഭ്യമാണ്. അപ്പോൾ ഇന്ത്യയിൽ അതിന് 1,70,000 മറ്റാണ് വില എന്ന് തോന്നുന്നു, കറക്റ്റല്ല. അമേരിക്കയിലെ ഒരു സാധാരണ പൗരൻ ഇപ്പോൾ ഇനി വരാൻ പോകുന്ന താരിഫ് പ്രകാരം അത് വാങ്ങണമെങ്കിൽ 1,90,000 രൂപയെങ്കിലും കൊടുക്കണം. അതിന് സമാനമായ ഡോളർ കൊടുക്കേണ്ടി വരും. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ ഇത് ആർക്ക് ഗുണം ചെയ്യും? ആരെ ഉദ്ദേശിച്ചാണോ അമേരിക്ക ഇത് ചെയ്യുന്നത്, അമേരിക്കയിലെ ജനങ്ങൾ തന്നെയാണ് അത് അനുഭവിക്കാൻ പോകുന്നത്. ഇതൊരു വശം. മറ്റൊന്ന്, ഇത് ചൈനയാണ് ഇവരുടെ പ്രധാനപ്പെട്ട ടാർഗറ്റ് എന്ന് പറയുന്നു. ട്രംപിൻ്റെതായ ഒരു ചൈന പോളിസിയുണ്ട്, ചൈനയെ സൈനികമായും സാമ്പത്തികമായും എതിരിടുക എന്നുള്ളതാണ് ട്രംപിൻ്റെ രീതി. അപ്പോൾ ചൈനയ്ക്ക് ഇത് അടിയാണ്, തീർച്ചയായിട്ടും അടി തന്നെയാണ്. കാരണം ചൈനയിൽ നിന്ന് ധാരാളം വസ്തുക്കൾ അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ കയറ്റുമതിക്ക് തീരുവ വരുമ്പോൾ സ്വാഭാവികമായിട്ടും കയറ്റുമതി കുറയും. അമേരിക്കയിലും ഇത് പ്രശ്നമാണ്. ഇത് അമേരിക്കയ്ക്ക് മാത്രമാണോ പ്രശ്നം? ഇന്ത്യക്ക് പ്രശ്നമാണ്, ജപ്പാന് പ്രശ്നമാണ്, സൗത്ത് കൊറിയയ്ക്ക് പ്രശ്നമാണ്. അങ്ങനെ വിവിധ രാജ്യങ്ങൾക്ക് ഇത് പ്രശ്നമാവുകയാണ്. അതുപോലെ അമേരിക്കയ്ക്കും ഇത് പ്രശ്നമാണ്. ഇത് മാത്രമല്ല, ഒരു ഗ്ലോബൽ റിസഷനിലേക്ക് മെല്ലെ ലോകം നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്.